Hi friends, welcome to a new video. Today we are going to discuss about 4th standard EVS first unit organisms and surroundings. In environmental studies, we are going to learn about all the things around us like weather, nature, plants, animals, birds, etc. Here you can see a beautiful picture of nature. What other things are there in? Yes, there is a pond, then fish, kingfisher, ants, crab, frog, crane, butterfly, turtle, squirrel, birds, trees, etc. Here our chapter begins with an observation note of Reina. All of you listen. Today we selected a water lily pond for environmental observation. We traveled along the edge of the paddy field and reached the bank of the pond. From the shade of a tree on the bank, we observed the pond. The water was crystal clear. Water lilies were in full bloom. We noticed various aquatic plants, mosses, and fallen leaves on the water. Grass, vines, and shrubs were growing along the bank of the pond. അപ്പോൾ ഇവിടെ നോക്കി റെയ്നയും ഫ്രണ്ട്സും എങ്ങനെയാണ് അവരുടെ എൻവയോൺമെൻറ്റൽ ഒബ്സർവേഷൻ ബിഗിൻ ചെയ്തത്. അതെ, ഒരു വാട്ടർ ലില്ലി പോണ്ടിൽ നിന്നാണല്ലേ. അവർ പാഡി ഫീൽഡിലൂടെ പോയി എന്ത് ചെയ്തു, ഒരു പോണ്ടിനടുത്തെത്തി. എന്നിട്ട് ഒരു മരത്തണലിൽ, ഷെയ്ഡ് ഓഫ് എ ട്രീ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു മരത്തിൻ്റെ തണലിൽ ഇരുന്ന് അവർ എന്ത് ചെയ്യുകയാണ്, പോണ്ട് ഒബ്സർവ് ചെയ്യുകയാണ്. ഈ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അവരെന്തെല്ലാം കണ്ടു എന്നാണ് പറഞ്ഞത്. അതെ, വാട്ടർ എങ്ങനായിരുന്നു, ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു, അത്രയും തെളിഞ്ഞ വെള്ളമായിരുന്നു. ദെൻ വാട്ടർ ലില്ലീസ് എല്ലാം എന്ത് ചെയ്യുന്നു, ബ്ലൂം ചെയ്ത് നിൽക്കുന്നുണ്ട്. വാട്ടർ ലില്ലീസ് മാത്രമാണോ അവിടെ ഉള്ളത്? അല്ല, അല്ലേ. വേറെയും ഒരുപാട് അക്വാട്ടിക് പ്ലാന്റ്സ് എന്ത് ചെയ്തു, അവരവിടെ കണ്ടിട്ടുണ്ട്. മോസ് കണ്ടിട്ടുണ്ട്, പായൽ കണ്ടിട്ടുണ്ട്, പിന്നെ ഒരുപാട് മരത്തിനടുത്താണെന്ന് പറഞ്ഞ് സോ ഫോളൻ ലീവ്സും എന്തുണ്ടായിരുന്നു, ആ വാട്ടറിനകത്ത് ഉണ്ടായിരുന്നു. മരത്തിൽ നിന്ന് ഇലകൾ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ദെൻ അതിന് സമീപത്തായിട്ട്, അല്ലെങ്കിൽ കുളത്തിൻ്റെ കരയിലായിട്ട് എന്തെല്ലാം ഉണ്ട്? അതെ, ഗ്രാസ്, വൈൻസ് ആൻഡ് ഷേർബ്സ് എന്നാണ് പറഞ്ഞതല്ലേ. വള്ളിച്ചെടികളും പുല്ലും അതുപോലെ കുറ്റിച്ചെടികളും എല്ലാം ആ തീരത്തായിട്ട് എന്തുണ്ടായിരുന്നു, നിൽക്കുന്നുണ്ടായിരുന്നു. There were birds, squirrel, chameleon, spiders, ants and other small organisms on the jamun tree near the pond. There was plenty of fish in the pond. They occasionally came to the surface and opened their mouths. Frogs, tadpoles, crabs, snails, water snakes, and other aquatic organisms were also the inhabitants of the water lily pond. We played by throwing small stones into the pond, creating ripples. We spent a lot of time enjoying the coolness of the pond. ഇവിടെ നോക്കൂ, അവരവിടെ ബാങ്ക് ഓഫ് ദ പോണ്ട് എന്തെല്ലാമാണ് കണ്ടെന്നാണ് പറഞ്ഞത്. അത് ഒരുപാട് ചെടികളൊക്കെ കണ്ടു എന്ന് പറഞ്ഞു അല്ലേ. അത് മാത്രമാണോ? ഇനി അവിടെ ഒരു മരം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ദർ ഇസ് എ ട്രീ. വിച്ച് വാസ് ദ ട്രീ? യെസ്, ജാമുൻ ട്രീ, ഞാവൽ മരമാണുള്ളത്. ഈ ഞാവൽ മരത്തിൽ ആരെല്ലാം ഉണ്ട്? യെസ്, ബേർഡ്സ് ഉണ്ട്, സ്ക്വിറൽസ് ഉണ്ട്, ക്യാമലിയോൺസ് ഉണ്ട്, സ്പൈഡർ, ആൻഡ്സ് ആൻഡ് അതർ സ്മോൾ ഓർഗാനിസംസ്, ഇൻസെക്ട്സ് ഉണ്ടായിരിക്കും അല്ലേ. അവിടെ ക്യാമലിയോൺ എന്താ അറിയാലോ, ഓന്താണ് അല്ലേ. അതുപോലെ ചിലന്തിയുണ്ട്, ഉറുമ്പുകളുണ്ട്, അണ്ണാനുണ്ട്, ബേർഡ്സ് ഉണ്ട്. ഇനി ആ പോണ്ടിനകത്ത് ആരാ ഉള്ളത്? ദർ വാസ് പ്ലെൻറ്റി ഓഫ് ഫിഷ്, ഒരുപാട് മത്സ്യങ്ങളുണ്ട്. അവരിടയ്ക്കിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ വാട്ടർ സർഫേസിൽ വന്ന് അവരുടെ മൗത്ത് എന്ത് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു. എന്തിനാ അത്? ഫിഷ് അങ്ങനെ വന്ന് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനി വേറെ ആരൊക്കെയാണ് മത്സ്യത്തിൻ്റെ കൂടെ ആരൊക്കെയാണ് അവിടെ ഉള്ളത്? ഫ്രോഗ്സ് ഉണ്ട്, ടാഡ്പോൾസ് ഉണ്ട്, അതുപോലെ തന്നെ ആരുണ്ട്? ക്രാബ്സ്, ഞണ്ടുകളുണ്ട് അല്ലേ. സ്നെയിൽസ്, ഒച്ച്, അതുപോലെ വാട്ടർ സ്നേക്സ്. വെള്ളത്തിൽ ആരുണ്ട്? പാമ്പുണ്ട്. അതുപോലെ മരത്തിൽ നമ്മൾ ഇൻസെക്ട്സ് അല്ലെങ്കിൽ ഓർഗാനിസംസ് എന്ന് പറഞ്ഞതുപോലെ തന്നെ അക്വാട്ടിക് ഓർഗാനിസംസും എന്തുണ്ട്? വെള്ളത്തിലും ചെറുജീവികളുണ്ടല്ലേ.
റെയ്നയും ഫ്രണ്ട്സും എന്ത് ചെയ്തു, ആ വെള്ളത്തിനകത്തേക്ക് കുഞ്ഞു കല്ലുകൾ എടുത്തെറിയുവാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, റിപ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, വേവ്സ് വരും അല്ലേ. അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? വെള്ളത്തിൽ കല്ലെറിഞ്ഞ് നോക്കിയിട്ടുണ്ടോ? ഒന്ന് ജസ്റ്റ് ഇട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ അലകളായിട്ട് വരുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഒരുപാട് നേരം അവിടെ എന്ത് ചെയ്തു അവർ, ആ കുളത്തിൻ്റെ തണുപ്പൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് അവരവിടെ നിന്നു. നോക്കൂ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡിഡ് യു റീഡ് റെയ്നാസ് ഒബ്സർവേഷൻ നോട്ട്സ്? യെസ്, നമ്മൾ വായിച്ചു അല്ലേ. വിച്ച് ഓർഗാനിസം ഡിഡ് യു സീ ഇൻ ദ പോണ്ട്? പോണ്ടിനകത്ത് ഏതെല്ലാം ഓർഗാനിസംസ് ആണ് നമ്മൾ കണ്ടത് എന്നാണ് ചോദിച്ചത്. ആരെയൊക്കെ കണ്ടു നമ്മൾ പോണ്ടിനകത്ത്? അക്വാട്ടിക് പ്ലാന്റ്സ് കണ്ടു, ഫിഷ് ഉണ്ട്, ഫ്രോഗ്, ടാഡ്പോൾസ്, ക്രാബ്, ഇതെല്ലാം എന്തായിരുന്നു, വാട്ടറിനകത്ത് അല്ലെങ്കിൽ പോണ്ടിനകത്തായിരുന്നു അല്ലേ. വിച്ച് ഓർഗാനിസംസ് ലീവ്ഡ് ഓൺ ദ ട്രീ? മരത്തിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? യെസ്, വെരി ഗുഡ്. ബേർഡ്സ് ആർ ദ, സ്ക്വിറൽസ് ആർ ദ, ക്യാമലിയോൺസ് ആർ ദ, സ്പൈഡേഴ്സ്, ആൻഡ്സ് ആൻഡ് അതർ സ്മോൾ ഓർഗാനിസംസ് ആർ ദ. ഇത്രയാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരവായിട്ട് വരുന്നത് കേട്ടോ. ഡു ഓൾ ഓർഗാനിസംസ് നീഡ് എ പ്ലേസ് ടു ലീവ്? നിങ്ങളോടുള്ള ചോദ്യമാണ്. എല്ലാ ജീവികൾക്കും ജീവിക്കാൻ വാസസ്ഥലം ആവശ്യമാണോ? തീർച്ചയായും ആണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും ജീവിക്കണോ എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഒരു പ്ലേസ് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും വേണം. സോ യെസ് എന്നുള്ളതാണ് അവിടെ നമ്മൾ കൊടുക്കേണ്ട ഉത്തരം. ക്യാൻ ഓർഗാനിസംസ് ദാറ്റ് ലീവ് ഇൻ വാട്ടർ ഓൾസോ ലീവ് ഓൺ ലാൻഡ്? വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾക്ക് കരയിലും ജീവിക്കാൻ കഴിയുന്നതായിട്ട് നിങ്ങൾക്ക് അറിയോ? അറിയാം, നമുക്കറിയാം. രണ്ടിലും ജീവിക്കുന്ന ഒരുപാട് ജീവികളെ നമുക്കറിയാം അല്ലേ. ദെൻ വൈ കാൺ ഫിഷ് ലീവ് ഓൺ ലാൻഡ്? ഫിഷിന് എന്തുകൊണ്ടാണ് കരയിൽ ജീവിക്കാൻ കഴിയാത്തത്? അതെ, ഫിഷിന് വെള്ളത്തിലാണ് ജീവിക്കാൻ കഴിയുന്നത്. ഫിഷ് ശ്വസിക്കുന്നതും എല്ലാം എവിടെ നിന്നാണ്? വെള്ളത്തിൽ നിന്ന്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പ്രത്യേകതകൾ ഫിഷിനുണ്ടായിരിക്കും അല്ലേ. അതെന്തൊക്കെയാണെന്ന് അറിയോ? ഒന്ന് പറഞ്ഞു നോക്കൂ. ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് ഒരു ഫിഷിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. പിക്ചർ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പെൻസിൽ കൊണ്ട് ഡ്രോ ചെയ്യുക, എന്നിട്ട് ഫിഷിനെ കളർ കൊടുത്ത് ഭംഗിയാക്കുക കേട്ടോ. ഇനി എന്താണ് ഫിഷിൻ്റെ ഷേപ്പ്? എന്താ, വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ ഫിഷ്? അതെ, ഫിഷിൻ്റെ ഷേപ്പ് നോക്കുമ്പോൾ നമുക്ക് അറിയാം, ഒരു എഡ്ജിലേക്ക് വരുമ്പോൾ ഒന്ന് ഷാർപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ഓവൽ ഷേപ്പിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഫിഷിൻ്റെ ഷേപ്പ് വരുന്നത് അല്ലേ. ഫിഷിൻ്റെ പോലെ തന്നെ ഒരു ഷേപ്പുള്ള വേറൊരാളുടെ ചിത്രം നോക്കൂ. ഇവിടെ എന്താണ് ആ ഫസ്റ്റ് പിക്ചറിനകത്ത് കാണുന്നത്? അതെ, ബോട്ടാണല്ലേ, തോണിയാണത്. നമ്മൾ വെള്ളത്തിലൂടെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ബോട്ട് യൂസ് ചെയ്യാറുണ്ട്. സോ ഇവിടെ ബോട്ടിൻ്റെ ഷേപ്പ് നോക്കൂ, അതും എഡ്ജ് ഭാഗം എന്ത് ചെയ്യുന്നു, ഷാർപ്പ് ചെയ്ത് വരുന്ന രീതിക്കാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ അങ്ങനെ ഷേപ്പ് വരാൻ വേണ്ടി എന്തായിരിക്കും കാരണം? ഈ ഷേപ്പ് ഫിഷിനെയും അതുപോലെ ബോട്ടിനെയൊക്കെ വാട്ടറിൽ മൂവ് ചെയ്യാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു? അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഫിഷിനെ എന്ത് ചെയ്യുന്നത്, ഈ വാട്ടറിൽ ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്? വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദ ഫിഷ് ലീവ് ഇൻ വാട്ടർ? ഇത്രയും ക്വസ്റ്റ്യൻസാണ് അവിടെ തന്നിട്ടുള്ളത്. ഈ എല്ലാ ക്വസ്റ്റ്യൻസിനുള്ള ആൻസറാണ് നിങ്ങൾക്ക് അവിടെ ബോക്സിനകത്ത് കാണുന്നത്. എന്താണത്? ദ ബോഡി ഷേപ്പ്, ഫിൻസ്, tail fin, arrangement of scales and slippery nature of the fish help them move through water. Fish breathe with the help of gills. ഇവിടെ നോക്കൂ, ബോഡി ഷേപ്പും അതുപോലെ തന്നെ ഫിൻസ്, ചിറകുകൾ, ടെയിൽ ഫിൻ, വാൽ ചിറക്, അതുപോലെ തന്നെ അറേഞ്ച്മെൻറ്റ് ഓഫ് സ്കെയിൽസ്. പിന്നെ ഫിഷിൻ്റെ ബോഡി ടച്ച് ചെയ്തിട്ടുണ്ടോ? ഒരു സ്ലിപ്പറിയാണ്, വഴുതിക്കൊണ്ടാണ് അല്ലേ. ഫിഷിനൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകും. ആ സ്ലിപ്പറി നാച്ചുറും എന്തിന് സഹായിക്കുന്നു? ഫിഷിന് വാട്ടറിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഫിഷിന് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഗിൽസാണ്. ഗിൽസ് എന്ന് വെച്ചാൽ ചെകിളപ്പൂക്കളാണ് കേട്ടോ. ഇത് വെച്ചിട്ടാണ് ഫിഷ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഫിഷിനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം, ആ തലയുടെ താഴെയായിട്ട് എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഗിൽസ് ഇങ്ങനെ ഓപ്പൺ ചെയ്യും അത്. സോ നൗ ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ് അബൌട്ട് ദ ഷേപ്പ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഫിഷ്. ദെൻ നൗ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, ദ ഫീച്ചേഴ്സ് ഓഫ് സം പ്ലാന്റ്സ്. ഇനി ചില പ്ലാന്റ്സിൻ്റെ പ്രത്യേക ഫീച്ചേഴ്സാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാൻ പോകുന്നത്. Observe the picture. What are the special features of these plants? What is the special about their stem? What makes them different from other plants?
ഡിസ്കസ് ആൻഡ് റൈറ്റ് ഇൻ മൈ എൻവിയോൺമെൻറ്റൽ സയൻസ് ഡയറി. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. സോ ഇവിടെ തന്നിട്ടുള്ള 2 പിക്ചേഴ്സും നിങ്ങൾ എന്ത് ചെയ്യൂ, ഒബ്സർവ് ചെയ്യൂ. ഇവിടെ നമുക്ക് ഫസ്റ്റ് വൺ ഒരു ടൈപ്പ് ഓഫ് കാക്ടസ് ആണ് അല്ലേ, മുൾച്ചെടിയിൽ കാണുന്ന കള്ളിമുൾച്ചെടി എന്ന് പറയാവുന്ന ഒരു ടൈപ്പാണത്. ഇതിൻ്റെയും അതുപോലെ തന്നെ അപ്പുറത്ത് കിടക്കുന്നതും ഇതേ ടൈപ്പ് ഒരു പ്ലാന്റ് തന്നെയാണ്. സോ ഈ പ്ലാന്റ്സിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവർക്ക് വാട്ടർ എമൗണ്ട് എന്ത് മതി, കുറച്ച് മതി, വളരെ കുറച്ച് വാട്ടർ മാത്രം മതി ഇവർക്ക്. അവരത് വെച്ച് എന്ത് ചെയ്യും, അവിടെ സർവൈവ് ചെയ്ത് പോകും. കോമൺ ആയിട്ടിത് ഡെസേർട്ട് പോലെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വരണ്ട പ്രദേശങ്ങളിലാണ് ഇത്തരം ചെടികൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ഇനി നിങ്ങൾക്ക് അവിടെ പ്ലാന്റ്സ് ഓഫ് ദ ഡെസേർട്ട് എന്ന് പറഞ്ഞൊരു നോട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കൂ. ഈ പ്ലാന്റ്സ് ഓഫ് ദ ഡെസേർട്ടിനെയാണ് നമ്മൾ സീറോഫൈറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. സയൻറ്റിഫിക് ടേമാണ് സീറോഫൈറ്റ്സ്, പഠിച്ചു വയ്ക്കുക. ഡെസേർട്ട് പ്ലാന്റ്സ് ഹാവ് നോ ലീവ്സ് ഓർ ഹാവ് സ്മോൾ ലീവ്സ് ഓർ തോൺസ്. Their stems are thick green and can store water. A waxy coating on their stem helps them prevent water loss. The deep root of these plants absorb water from great depth. Such desert plants are known as xerophytes. All these features enable them to survive in desert. ഇവിടെ നോക്കൂ, ഡെസേർട്ട് പ്ലാന്റ്സിന് നമ്മൾ കോമൺ ആയിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ നിറയെ ലീവ്സ് കാണില്ല. അതിൽ ഒന്നുകിൽ കുഞ്ഞ് ലീവ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, തോൺസ് ആയിരിക്കും, മുള്ളുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ അവയുടെ സ്റ്റെം എന്താണ്, തിക്കായിരിക്കും, അതുപോലെ ഗ്രീനാണ്. ഈ തിക്കും ഗ്രീനും ആയിട്ടുള്ള ഈ സ്റ്റെമ്മിൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു, വാട്ടർ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വേണ്ടി കഴിയുന്നു. കൂടാതെ ഇവയുടെ ലീഫിനകത്തൊരു വാക്സി കോട്ടിങ് കാണാം, ഒരു മെഴുക് പോലുള്ളൊരു കോട്ടിങ് അവർക്കുണ്ടായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കാക്ടസ്, മുൾച്ചെടി കാണുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോട്ടിങ് ഇങ്ങനെ പറിച്ചിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കോട്ടിങ് എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്, വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് അവർ നിൽക്കുന്നത് എവിടെയാണ്, ഡെസേർട്ടിലാണ്. അവിടെ അവർക്ക് എന്ത് ചെയ്യണം, ഒരുപാട് ദിവസം വെള്ളമില്ലാണ്ട് ചിലപ്പോൾ സർവൈവ് ചെയ്യേണ്ടി വരും. അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യാനാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഡീപ്പ് റൂട്ടാണുള്ളത്. ഈ ഡീപ്പ് റൂട്ട് എന്ത് ചെയ്യുന്നു, അത്രയും ഡെപ്തിൽ നിന്ന് പോലും വാട്ടർ എന്ത് ചെയ്യുന്നു, അബ്സോർവ് ചെയ്യുന്നു. ഇങ്ങനെ ഡെസേർട്ടിൽ കാണുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സീറോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ സീറോഫൈറ്റ്സിൻ്റെ ഇത്തരം ഫീച്ചേഴ്സാണ് എന്ത് ചെയ്യുന്നത്, അവരെ ഡെസേർട്ടിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഫിഷിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ കുറച്ച് പ്ലാന്റ്സിൻ്റെ കാര്യവും പറഞ്ഞു. ഇവിടെ ഫിഷിന് വാട്ടറിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പ്ലാന്റ്സിന്, സീറോഫൈറ്റ്സിന് ഡെസേർട്ടിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഇത്തരത്തിൽ എല്ലാ പ്ലാന്റ്സിനും ആനിമൽസിനും അവരവരുടെ സ്പെഷ്യൽ എൻവിയോൺമെൻറ്റിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഫീച്ചേഴ്സ് കാണും. അത് ബോഡി ഫീച്ചേഴ്സ് ആവും. സോ ഇത്തരം ഫീച്ചേഴ്സിനെ അല്ലെങ്കിൽ ആ ഒരു ഓർഗാനിസം സർവൈവ് ചെയ്യുന്ന എൻവിയോൺമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത്. സോ അഡാപ്റ്റേഷൻ എന്താണ്, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഹാവ് ബോഡി ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദം സർവൈവ് ഇൻ ദെയർ സ്പെസിഫിക് എൻവിയോൺമെൻറ്റ്സ്. എനി ബോഡി ഫീച്ചർ ദാറ്റ് ഹെൽപ്സ് ആൻ ഓർഗാനിസം സർവൈവ് ഇൻ ഇറ്റ്സ് എൻവിയോൺമെൻറ്റ് ഈസ് കോൾഡ് അഡാപ്റ്റേഷൻ. അപ്പോൾ ഇത്തരത്തിൽ ഓർഗാനിസംസിന് ബോഡി ഫീച്ചേഴ്സ്, അവരുടെ എൻവിയോൺമെൻറ്റിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോഡി ഫീച്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പഠിച്ചു വയ്ക്കണം കേട്ടോ. ഇൻ മൂവിങ് ടു ദ നെക്സ്റ്റ് പേജ്, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കോൺവെർസേഷൻ കാണാം. ആരൊക്കെയാണ് കോൺവെർസേഷനിലെ ക്യാരക്ടേഴ്സ് വരുന്നത്? യെസ്, എ വാട്ടർ ലില്ലി ആൻഡ് എ ഫ്രോഗ്. എന്താ വാട്ടർ ലില്ലി പറയുന്നത് നോക്കൂ. വി ഫ്ലോട്ട് ഇൻ വാട്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എയർ സാക്ക് in our stem. Then the frog replied, we can swim in water as our fingers are connected with skin. സോ വാട്ടർ ലില്ലി പറയുന്നു അവർക്ക് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എയർ സാക്സ് ഇൻ ദെയർ സ്റ്റെം.
നിങ്ങൾ വാട്ടർ ലില്ലിയുടെ സ്റ്റെമ്മ് അതുപോലെ തന്നെ ലോട്ടസിൻ്റെ സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, അതിനകത്ത് കുഞ്ഞു കുഞ്ഞ് അറകൾ കാണാം. ഈ അറകളെയാണ് എയർ സാക്സ് എന്ന് പറയുന്നത്. ഇതാണ് അവരെ എന്ത് ചെയ്യാൻ സഹായിക്കുന്നത്? വാട്ടറിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ വേണ്ടി സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രോഗ് വാട്ടറിൽ എന്ത് ചെയ്യുന്നു? സ്വിം ചെയ്യുന്നു. ഈ സ്വിം ചെയ്യാൻ വേണ്ടി അവനെ സഹായിക്കുന്നത് ആരാണ്? അവൻ്റെ കണക്റ്റഡ് ഫിംഗേഴ്സാണ്. അവൻ്റെ കാലിലുള്ള കണക്റ്റഡ് ഫിംഗേഴ്സ് അല്ലെങ്കിൽ കയ്യിലുള്ള കണക്റ്റഡ് ഫിംഗേഴ്സാണ് അവനെ വാട്ടറിൽ എന്ത് ചെയ്യാൻ സഹായിക്കുന്നത്? സ്വിം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ഇങ്ങനെ കാലിൽ കണക്റ്റഡ് ഫിംഗേഴ്സുള്ള വെബ്ഡ് ഫീറ്റ് ആയിട്ടുള്ള ഒരാളെ കൂടി നിങ്ങൾക്കറിയാലോ. ആരാണത്? അതെ, ഡക്കാണല്ലേ. ഡക്കിന് നമുക്കറിയാം. ഡക്കിനും ഇതുപോലെ തന്നെ വാട്ടറിൽ സ്വിം ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അവൻ്റെ കാലുകളും ഇതുപോലെ കണക്റ്റഡ് ആണ്. സോ here you have a question. Discuss and write more about their adaptations. ഇവിടെ നിങ്ങൾക്ക് 2 ബോക്സ് കാണാം. One is about water lily and other one is about frog. So now we are going to write about the more adaptations about water lily and frog. Okay. Here is the more adaptations about water lily and frog. About water lily, 1. Large leaves floating in the water. Then waxy coating. ലോങ് സ്റ്റോക്സ്, വളരെ നീണ്ടു കിടക്കുന്ന തണ്ടുകളാണ് വാട്ടർ ലില്ലിക്കുള്ളത്. അതുപോലെ തന്നെ വാട്ടർ ലില്ലിയിലും എന്തുണ്ട്? ഒരു വാക്സി കോട്ടിംഗ് ഉണ്ട്. സ്റ്റെമ്മ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇങ്ങനെ പറിച്ചിങ്ങെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. വാക്സി കോട്ടിംഗ് നമുക്ക് അതിനകത്തുനിന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. ലീവ്സിലും ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് കാണാൻ കഴിയും. ദെൻ അബൌട്ട് ഫ്രോഗ്, ബിലീവബിൾ ഇൻ വാട്ടർ, ഓയിലി സ്കിൻ. വെള്ളത്തിലും എന്ത് ചെയ്യാൻ കഴിയുന്നു? ജീവിക്കാൻ വേണ്ടി കഴിയുന്നു. അതുപോലെ തന്നെ ഓയിലി സ്കിന്നാണ്. നമ്മുടെ ഫിഷിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഫിഷ് എന്താണ്? ഒരു വഴുതി പോകുന്ന ടൈപ്പിലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫ്രോഗിനും എന്താണ്? ഓയിലി സ്കിന്നാണ്. Here is the next one. Write the name of other animals you are similar with and complete the table. Here you can see a table with 3 boxes. Animals live on land, animals live in water, animals live on land and water. സോ ഇവിടെ നമ്മൾ 3 കാറ്റഗറിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആനിമൽസ് ലീവ് ഓൺ ലാൻഡ്, കരയിൽ ജീവിക്കുന്ന ആനിമൽസ്. ലീവ് ഇൻ വാട്ടർ, വെള്ളത്തിൽ ജീവിക്കുന്ന ആനിമൽസ്. ലീവ് ഓൺ ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ, രണ്ടിലും വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്ന ആനിമൽസ്. ഇത്രയും ആനിമൽസിനെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിച്ച് നമ്മുടെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ നോക്കൂ. ആനിമൽസ് ലീവ് ഓൺ ലാൻഡ് എന്നുള്ളതിൽ നമുക്ക് എക്സാമ്പിളായിട്ട് എലിഫൻറ്റ്, റാബിറ്റ്, ഡോഗ്, മൗസ് ഇവയെല്ലാം കൊടുക്കാം. ദെൻ ആനിമൽസ് ലിവ് ഇൻ വാട്ടർ, എക്സാമ്പിൾസ് ആർ ഫിഷ്, ഒക്ടോപ്പസ്, മറൈൻ മാമൽസ്. അതൊരു വേർഡാണ് കേട്ടോ, ജസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്തപ്പോൾ അത് 2 എണ്ണത്തിലായി പോയതാണേ. ദെൻ ആനിമൽസ് ലീവ് ഓൺ ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ എന്നുള്ളതിൽ എക്സാമ്പിൾസ് ആരൊക്കെയാണ്? ഫ്രോഗ്, ഡക്ക്, സ്നേക്ക്, ടർട്ടിൽ. ഇവയെല്ലാം 2 എണ്ണത്തിലും ഒരുപോലെ ജീവിക്കാൻ വേണ്ടി കഴിയുന്നവയാണ്. ദെൻ ഇനി അതിന് താഴെ നിങ്ങൾക്ക് 2 പേരെ കാണാം. ആനിമൽസ് ലിവ് ഓൾസോ ഇൻ ഡെസേർട്ട് ആൻഡ് പോളാർ റീജിയൻസ്. മരുഭൂമിയിലും അതുപോലെ ധ്രുവപ്രദേശങ്ങളിലും ജീവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഇവിടെ നമുക്ക് എക്സാമ്പിളായിട്ട് വന്നിട്ടുള്ളത് ക്യാമലും പെൻഗ്വിനുമാണ്. So the camel says, the fat in our hump help us to survive in the desert for days without drinking water. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ക്യാമൽസിനൊരു ഹമ്പ് ഉണ്ട്. ഈ ഹമ്പിൽ എന്ത് ചെയ്യുന്നു? അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളം അവരെന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ ഒരു പെർട്ടിക്കുലർ ഹമ്പാണ്, ആ ഒരു ഫീച്ചറാണ് അവരെ ഒരുപാട് ദിവസം ഡെസേർട്ടിൽ വാട്ടർ എന്ത് ചെയ്യാതെ, വാട്ടർ ഡ്രിങ്ക് ചെയ്യാതെ, വെള്ളം കുടിക്കാതെ കഴിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഓക്കെ, അത് അവരുടെ ഒരു അഡാപ്റ്റേഷനാണ്. ദെൻ ഇനി പെൻഗ്വിൻ്റെ ഒരു ഫീച്ചർ നോക്കുകയാണെങ്കിൽ, ദ ഫാറ്റ് അണ്ടർ അവർ സ്കിൻ പ്രൊട്ടക്റ്റ് അസ് ഫ്രം ദ എക്സ്ട്രീം കോൾഡ് ഇൻ ദ പോളാർ റീജിയൻസ്. ഇവരുടെ സ്കിന്നിന് താഴെ ആയിട്ടൊരു ഫാറ്റ് ഉണ്ട്, ഒരു കൊഴുപ്പുണ്ട്. ഈ ഒരു കൊഴുപ്പാണ് അവർക്ക് ഈ പോളാർ റീജിയൻസിലെ അതിശൈത്യം, എക്സ്ട്രീം കോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിന്ന് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്താണ്? ഈ സ്കിന്നിന് താഴെ കാണുന്ന ഫാറ്റാണ്. ഇവിടെ ക്യാമലിനും
പെൻഗ്വിനുള്ള അഡാപ്റ്റേഷൻസാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇത് കൂടാണ്ട് ഇനിയും അവർക്ക് എന്തുണ്ട്, വേറെയും ചില ഫീച്ചേഴ്സ് ഉണ്ട്. അതെന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. ഹിയർ ആർ ദ അതർ അഡാപ്റ്റേഷൻസ് ഓഫ് ക്യാമൽ ആൻഡ് പെൻഗ്വിൻ. ഇവിടെ ക്യാമലിൻ്റെയും പെൻഗ്വിൻ്റെയും കുറച്ചുകൂടി സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വായിച്ച് നോക്കുക. Then we are going to discuss about kangaroo rat. The kangaroo rat is a small animal found in the desert. It has many The kangaroo rat is a small animal found in the desert. It has many adaptations for living in the desert. It digs very deep burrow to survive the heat of the day and lives inside them. It hunts for prey at night. It can live without drinking any water. It gets the water it needs from its main food such as grains, seeds and also from its body fat. Water loss through sweat or urine is very low. It moves by hopping like a kangaroo using its long hind legs. It can store grains and seeds in the pouch in its cheeks. സോ ഇവിടെ കങ്കാരു റാറ്റ് എന്ന് പറയുന്നത് ഡെസേർട്ടിൽ കാണുന്നതൊരു സ്മോൾ ആനിമലാണ്. ഇതിൻ്റെ അഡാപ്റ്റേഷൻസ് എന്ന് വെച്ചാൽ എന്താണ്, ഇത് വളരെ ആഴത്തിൽ മാളങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ഡെസേർട്ടിൽ ജീവിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ജീവിക്കുമ്പോൾ അവർക്ക് വല്ലാണ്ട് തണുപ്പ് എന്ത് ചെയ്യില്ല, അനുഭവപ്പെടില്ല. ഇനി അതുപോലെ തന്നെ ഇര പിടിക്കാൻ വേണ്ടി പോകുന്നത് രാത്രിയിലാണ്. വെള്ളമൊന്നും ഇത് കഴിക്കുകയില്ല. ഇതിൻ്റെ വെള്ളം കിട്ടുന്നത് എവിടുന്നാണ്, അതിൻ്റെ ഫുഡിൽ നിന്നാണ്. ഇവിടെ ഗ്രെയിൻസും അതുപോലെ തന്നെ സീഡ്സും ഒക്കെ ഇത് കഴിക്കുന്നതും അതിൻ്റെ ബോഡി ഫാറ്റിൽ നിന്നൊക്കെയാണ് ആവശ്യത്തിനുള്ള വാട്ടർ എന്ത് ചെയ്യുന്നത്, അത് കളക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വാട്ടർ ലോസും കുറവാണ്, സ്വെറ്റ് കുറവാണ്, യൂറിനേഷൻ കുറവാണ്. ദെൻ ഇത് മൂവ് ചെയ്യുന്നത് കങ്കാരുവിനെ പോലെയാണ്. ദാറ്റ്സ് വൈ വി കോൾ ഇറ്റ് കങ്കാരു റാറ്റ്. അതുകൊണ്ടാണ് നമ്മളിതിനെ കങ്കാരു റാറ്റ് എന്ന് വിളിക്കുന്നത്. കങ്കാരുവിനെ പോലെ ചാടി ചാടി എന്ത് ചെയ്യുന്നു, പോകുന്നു. അതുപോലെ തന്നെ ഗ്രെയിൻസൊക്കെ സ്റ്റോർ ചെയ്യുന്നത് അതിൻ്റെ ചീക്സിൽ കാണുന്ന പൗച്ചിലാണ്. ഓക്കെ. Then here is another conversation about a crane and a fish. The crane said, "We have everything we need to live in the field." Then the fish replied, "We have everything we need in the pond." So here is the question, what does the stork get from the field? Stork or crane എന്തൊക്കെയാണ് ഫീൽഡിൽ നിന്ന് അവർക്ക് കിട്ടുന്നത് എന്നാണ്. ഒരു ഓപ്ഷൻ അവിടെ തന്നിട്ടുണ്ട്, സ്മോൾ ഓർഗാനിസംസ് അല്ലേ. ഇനി അതിൻ്റെ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യണം, ലിസ്റ്റ് ചെയ്യണം. ഓക്കെ. ലൈക്ക് സ്മോൾ ഓർഗാനിസംസ് ദ സ്റ്റോക്ക് ഗെറ്റ് സ്മോൾ ഫിഷസ് ആൻഡ് എർത്ത് ഫ്രം ദ ഫീൽഡ്. ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, എക്സാമ്പിളായിട്ട് അവിടെ കൊടുക്കാം. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് എ ഫിഷ് ഗെറ്റ് ഫ്രം ദ പോണ്ട്? പോണ്ടിൽ നിന്ന് ഫിഷിന് എന്തെല്ലാം കിട്ടുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് ഓപ്ഷൻ തന്നിട്ടുള്ളത് പ്ലേസ് ടു ലിവ്, വസിക്കാൻ അല്ലെങ്കിൽ താമസിക്കാനുള്ള സ്ഥലം കിട്ടുന്നു, വാസസ്ഥലം കിട്ടുന്നു. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ഫുഡ്, ഭക്ഷണം കിട്ടുന്നുണ്ട് അല്ലേ. ഇനി അതുപോലെ വേറെ എന്തൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും, ജസ്റ്റ് നിങ്ങളൊന്ന് ഫൈൻഡ് ചെയ്യുക, എഴുതുക കേട്ടോ. സോ ഇനി നമ്മൾ അടുത്തൊരു കൺസെപ്റ്റിലേക്ക് പോവാണ്. ദ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ലീവ്സ് ഈസ് ഇറ്റ്സ് ഹാബിറ്റേറ്റ്. A habitat contains everything that the organisms needs to survive. Ponds, rivers and fields are example of habitats. പിന്നെ നമ്മൾ നേരത്തെ അഡാപ്റ്റേഷൻ പഠിച്ച പോലെ അടുത്തതായിട്ട് പഠിക്കുന്ന ഒരു കണ്ടൻ്റാണ് ഹാബിറ്റേറ്റ്. ഹാബിറ്റേറ്റ് എന്ന് വെച്ചാൽ ഒരു ജീവി വസിക്കുന്ന എൻവിയോൺമെൻറ്റ്, ഒരു ജീവി താമസിക്കുന്ന ചുറ്റുപാടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്. സോ ഒരു ഹാബിറ്റേറ്റിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇറ്റ് കണ്ടെയ്ൻസ് എവ്രിതിങ് ദാറ്റ് ദ ഓർഗാനിസംസ് നീഡ്സ് ടു സർവൈവ്. ആ ഒരു പെർട്ടിക്കുലർ ജീവിക്ക് ജീവിക്കേണ്ട എല്ലാ സാധനങ്ങളും ആ ഹാബിറ്റേറ്റിൽ എന്തായിരിക്കും, ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ സ്റ്റോക്കിൻ്റെ പറഞ്ഞു, അവന് ആവശ്യമുള്ള എല്ലാം ഫീൽഡിൽ നിന്ന് കിട്ടുന്നു അല്ലേ. അതുപോലെ ഫിഷിനെ നോക്കുകയാണെങ്കിൽ ഫിഷിന് വേണ്ട എല്ലാം പോണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് ഹാബിറ്റേറ്റിന് എക്സാമ്പിളായിട്ട് പോണ്ടും റിവറും ഫീൽഡും എല്ലാം എന്ത് ചെയ്യാം, ഉൾപ്പെടുത്താം. അപ്പോൾ ഹാബിറ്റേറ്റ് എന്ന് വെച്ചാൽ ആവാസമാണ്. ഒരു ജീവി എന്ത് ചെയ്യുന്ന, സർവൈവ് ചെയ്യുന്ന എൻവിയോൺമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഡിസ്കസ് ആൻഡ് ഫൈൻഡ്, റൈറ്റ് മോർ എക്സാമ്പിൾ ഓഫ് ഹാബിറ്റേറ്റ്. ഹാബിറ്റേറ്റിന് കുറച്ചുകൂടി എക്സാമ്പിൾസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കൂ, ട്രീ ഒരു ഹാബിറ്റേറ്റാണ്. ദെൻ ലൈക്ക്, പോണ്ട്, സീ, ഇതൊക്കെ ഹാബിറ്റേറ്റിന് എക്സാമ്പിൾസാണ്. അതായത് ഒരുപാട് ജീവികൾ താമസിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും കൊടുക്കുന്ന ഒരു
ഒരു എൻവിയോൺമെൻറ്റിനെ നമുക്ക് എന്ത് പറയാം, ഹാബിറ്റേറ്റ് എന്ന് പറയാം. ഇനി നിങ്ങൾക്ക് ഒരു പിക്ചർ അവിടെ കാണാം. ഈ ഒരു പെർട്ടിക്കുലർ പിക്ചറിൽ നിങ്ങൾക്ക് ഒരുപാട് ഹാബിറ്റേറ്റ്സ് കാണുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, പറയാം. ഏതെല്ലാം കാണുന്നു അവിടെ? ഡെസേർട്ട് ഒരു ഹാബിറ്റേറ്റ് ആണ് അല്ലേ. അതുപോലെ പോളാർ റീജിയൻ, ഫോറസ്റ്റ്, സീ, റിവർ, ഇതെല്ലാം എന്താണ്, ഹാബിറ്റേറ്റിന് എക്സാമ്പിൾസ് ആണ്. ദെൻ ദ നെക്സ്റ്റ് വൺ, ഈ ഒരു ഫീൽഡ് എന്നുള്ളൊരു ഹാബിറ്റേറ്റ്. ഇവിടെ ഒരുപാട് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഉണ്ട്. അതായത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കൾ അവിടെയുണ്ട്. സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ആൻഡ് റൈറ്റ് അബൌട്ട് ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. ഇവിടെ ലിവിങ് തിങ്സിന് നമുക്ക് എക്സാമ്പിളായിട്ട് പ്ലാന്റ്സ്, ആനിമൽസ്, ബേർഡ്സ് ഇതിനെല്ലാം കൊടുക്കാം, ജീവനുള്ള വസ്തുക്കൾ. ദെൻ വാട്ട് ആർ ദ നോൺ ലിവിങ് തിങ്സ്? സോയിൽ, വാട്ടർ, സ്റ്റോൺസ്. അപ്പോൾ ഇവിടെ ഹാബിറ്റേറ്റിൽ ഉള്ള ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇനി ഇതുപോലെ ഈ ഹാബിറ്റേറ്റിൽ തന്നെ നാച്ചുറൽ ഹാബിറ്റേറ്റ്സും മാൻമെയ്ഡ് ഹാബിറ്റേറ്റ്സും ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഫോറസ്റ്റ് എന്നുള്ളത് ഒരു നാച്ചുറൽ ഹാബിറ്റേറ്റാണ്. അതായത് ഒരു കാട് നമ്മൾ ആരും ഉണ്ടാക്കുന്നതല്ല അല്ലേ, അത് പ്രകൃതിയായിട്ട് നമുക്ക് നാച്ചുറലായിട്ട് തന്നിട്ടുള്ളതാണ്. സോ ഇതിനെ നമുക്ക് നാച്ചുറൽ ഹാബിറ്റേറ്റിൽ ഉൾപ്പെടുത്താം. ദെൻ അതുപോലെ തന്നെ നമ്മളുണ്ടാക്കുന്ന എന്തുണ്ട്, ഹാബിറ്റേറ്റ്സ് ഉണ്ട്. ഇപ്പം നോക്കൂ, നിങ്ങളുടെ സ്കൂളിലെല്ലാം ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഉണ്ടായിരിക്കും. അത് ഓൾറെഡി അവിടെ ഉള്ളതാണോ? താനെ പ്രകൃതിയായിട്ട് കൊണ്ടുവന്നതാണോ ബയോഡൈവേഴ്സിറ്റി പാർക്ക്? ഒരിക്കലുമല്ല. നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കിയെടുത്തതാണ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ഏത് ഗണത്തിൽപ്പെടുത്താം, അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിൽ പെടുത്താം? അതെ, മാൻമെയ്ഡ് ഹാബിറ്റേറ്റിൽ പെടുത്താം. Our next question is, find and write down more examples of natural and man-made habitats. ഇവിടെ നിങ്ങൾക്ക് 2 columns കാണാം. One is about natural habitats and another one is about man-made habitats. What are the examples of natural habitats? Forest, meadows, lakes, ponds, ഇതെല്ലാം എന്താണ്, നാച്ചുറൽ ഹാബിറ്റേറ്റ്സ് ആണ്. Then about man-made habitats, examples are garden, ഫാംസ്, ഡാംസ്, ഇതെല്ലാം എന്താണ്, മാൻമെയ്ഡ് ഹാബിറ്റേറ്റ്സ് ആണ്. സോ ഒരു ഹാബിറ്റേറ്റിൽ ഒരുപാട് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മൈക്രോ ഓർഗാനിസംസ്, പ്ലാന്റ്സ്, ആനിമൽസ്, ഇതെല്ലാം ലിവിങ് തിങ്സിനും, സോയിൽ, എയർ, വാട്ടർ, സൺലൈറ്റ് ഇവയെല്ലാം നോൺ ലിവിങ് തിങ്സിനും എന്താണ്, എക്സാമ്പിൾസ് ആണ്. Then all of you observe the picture below. Find out who depends on whom. Draw lines and connect them and prepare a note. അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന ഇമേജിൽ, പിക്ചേഴ്സിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിൽ ആരൊക്കെയോ തമ്മിൽ എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. സോ ഇവിടെ ലിവിങ് തിങ്സ്, നോൺ ലിവിങ് തിങ്സ് ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി എങ്ങനെയാണ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ, സൺലൈറ്റ് അവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ സൺലൈറ്റിൻ്റെ ഒരു ഹെൽപ്പോട് കൂടിയാണ് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നത്, ബ്ലൂം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പ്ലാന്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് സൺലൈറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. അപ്പോൾ സൺലൈറ്റും പ്ലാന്റ്സും തമ്മിൽ എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡ് ചെയ്യുന്നു. ദെൻ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആര് ജീവിക്കുന്നത്, ഗ്രാസ് ഹോപ്പർ ജീവിക്കുന്നത്. ബിക്കോസ് ഗ്രാസ് ഹോപ്പറിൻ്റെ ഫുഡ് എന്താണ്, ലീവ്സ് ആണ് അല്ലേ. ഇനി ഗ്രാസ് ഹോപ്പറിനെ ഡിപ്പെൻഡ് ചെയ്ത് ആര് ജീവിക്കുന്നു, ഫ്രോഗ് ജീവിക്കുന്നു. ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ് എന്ത് ചെയ്യാറുണ്ട്, ഫുഡാക്കി മാറ്റാറുണ്ട് അല്ലേ. ഇനി ഫ്രോഗിനെ ഡിപ്പെൻഡ് ചെയ്ത് ആര് ജീവിക്കുന്നു, സ്നേക്ക് ജീവിക്കുന്നു. മിക്കപ്പോഴും സ്നേക്കിൻ്റെ ഫുഡ് ആരാണ്, ഫ്രോഗാണ്. ദെൻ സ്നേക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് ഈഗിൾ ജീവിക്കുന്നു. അതെങ്ങനെയാ, ഈഗിളിൻ്റെ ഫുഡ് ചിലപ്പോൾ ആരാവാറുണ്ട്, സ്നേക്ക് ആവാറുണ്ട്. അതുപോലെ തന്നെ ഈഗിളിന് ഫിഷും എന്താവാറുണ്ട്, ഫുഡ് ആവാറുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് എങ്ങനെയാണ് പരസ്പരം എന്ത് ചെയ്തിരിക്കുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഫുഡ് ചെയിനാണ്. സൺലൈറ്റ്, പ്ലാന്റ്സ്, ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്, ഈഗിൾ എന്നുള്ളത് നമുക്ക് ആരോ മാർക്ക് ഇട്ട് കാണിക്കാവുന്ന ഒരു എന്താണ്, ഫുഡ് ചെയിനാണ്. അപ്പോൾ ഈ ഫുഡ് ചെയിൻ നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. ഇതെങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, ചെറിയൊരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവർ പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, ആരോ മാർക്കിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. സോ ഈ ഒരു പാറ്റേണിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ കേട്ടോ.
Now we are moving to the next section, that is ecosystem. What is an ecosystem? An ecosystem is an environment where living and non-living things live in interdependence. Trees, fields, ponds, streams, hills, scared grooves, കാവുകൾ അതാണ് കേട്ടോ സ്കേഡ് ഗ്രൂവ്സ്. ദെൻ ആർ സ്മോൾ എക്കോസിസ്റ്റംസ്. ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്സ്, ഡെസേർട്ട്, സീസ് ആൻഡ് പോളാർ റീജിയൻസ് ആർ ലാർജ് എക്കോസിസ്റ്റംസ്. സോ ഇവിടെ നമ്മൾ എക്കോസിസ്റ്റം എന്താണെന്ന് പരിചയപ്പെടാൻ പോവാണ്. എക്കോസിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയി കഴിയുന്ന ഒരു എൻവിയോൺമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ സ്മോൾ എക്കോസിസ്റ്റത്തിന് എക്സാമ്പിളാണ് ട്രീസ്. കാരണം ട്രീസിൽ ഒരുപാട് ആനിമൽസും ബേർഡ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ട്രീസിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. ദെൻ പോൺസ്, കുളത്തിൽ ഒരുപാട് ജീവികൾ എന്ത് ചെയ്യുന്നു? ആ വെള്ളത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടും അതിനകത്തെ പായലിനെയും ജീവികളെയെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നു. ദെൻ ഇതുപോലെ ലാർജ് എക്കോസിസ്റ്റംസിന് എക്സാമ്പിളാണ് എന്ത്? ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട് എല്ലാം. പോളാർ റീജിയൻസ് ഇതെല്ലാം എന്താണ്? ലാർജ് എക്കോസിസ്റ്റംസ് ആണ്. അവിടെ ഒരുപാട് വലിയൊരു ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി അങ്ങ് വലുതാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു എക്കോസിസ്റ്റത്തിൽ ഇൻ്റർഡിപ്പെൻഡൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്? ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്, ബിറ്റ്വീൻ ലിവിങ് തിങ്സ്, ബിറ്റ്വീൻ നോൺ ലിവിങ് തിങ്സ്, ഈ ടൈപ്പിലാണ് എന്ത് ചെയ്യുന്നത്? ഇൻ്റർഡിപ്പെൻഡൻസ് വരുന്നത്. ഓക്കെ, ഇനി ഡിസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആവാസ വ്യവസ്ഥ എന്നാണ് എക്കോസിസ്റ്റത്തെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ എക്കോസിസ്റ്റത്തെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ മനുഷ്യരുടെ ഹ്യൂമൻ ഹാബിറ്റ്സ് മൂലം എന്ത് ചെയ്യുന്നുണ്ട്? കുറേ എക്കോസിസ്റ്റംസിന് ഭയങ്കരമായിട്ട് ദോഷം സംഭവിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു ഹില്ല് പറയുന്ന സ്റ്റോറി ഒന്ന് കേൾക്കാം. യു ക്യാൻ സീ ആസ് ഇൻ മെനി ഏരിയാസ് ഇൻ യുവർ പ്ലേസ്. ഈസ് ദർ എനി വൺ ഹൂ ഹാസിൻ ക്ലൈംഡ് എ ഹിൽ? വി പ്രൊവൈഡ് ഹാബിറ്റേറ്റ് ഫോർ സോ മെനി ഓർഗാനിസംസ്, from earthworms to frogs and also for a variety of plants. We store rainwater and later provide that water to wells, streams and fields. We can control the wind and reduce the heat. Don't you see? We are in great crisis today. Do you realize our importance? ഇവിടെ നോക്കൂ, ഒരു ഹില്ല് എന്ത് ചെയ്യുകയാണ്? അതിൻ്റെ സ്റ്റോറി പറയുകയാണ്. നിങ്ങളുടെ പ്ലേസിലെല്ലാം കുന്നുകൾ കാണുന്നില്ലേ? നമ്മൾ എന്തിനൊക്കെയാണ് കുന്നുകൾ സഹായിക്കുന്നത്? ആരെങ്കിലും കുന്നിൻ്റെ പുറത്ത് കയറിയിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഹിൽസ് എന്ന് പറയുന്നത് ഒരു ഹാബിറ്റേറ്റാണ്. ഇവിടെ ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്. മണ്ണിര മുതൽ എർത്തുവോ മുതൽ ഫോക്സ് വരെ എന്ത് ചെയ്യുന്നു? അവിടെയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്ലാന്റ്സും ഉണ്ട്. അതുപോലെ ഈ ഹിൽസിൻ്റെ ഒരു പ്രത്യേകത, അവരെന്ത് ചെയ്യുന്നു? റെയിൻ വാട്ടർ സ്റ്റോർ ചെയ്തിട്ട് അതാണ് നമ്മളുടെ കിണറുകളിലേക്ക് എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം ക്ഷാമം വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മുടെ ഹിൽസ് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ വിൻഡ് കൺട്രോൾ ചെയ്യുന്നതിനും ഹീറ്റ് റെഡ്യൂസ് ചെയ്യുന്നതിനും ഒക്കെ ഹിൽസ് എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷെ നോക്കൂ, അവിടെ ആ പിക്ചറിൽ തന്നെ കാണാം നമ്മൾ മനുഷ്യർ എന്തൊക്കെയോ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹിൽസ് ഇന്ന് എന്താണ്? ഭയങ്കരമായിട്ടുള്ളൊരു ക്രൈസിസിലാണ്. ആ ക്രൈസിസ് എങ്ങനെ നമ്മൾ ഇല്ലാണ്ടാക്കണം? അല്ലെങ്കിൽ നമുക്ക് ഹിൽസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ? ഇനിയും എന്തിന് ഞങ്ങളെ ദ്രോഹിക്കുന്നു എന്നാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത്? ഹിൽസ് ചോദിക്കുന്നത്. Hope you read the soliloquy of the hills. What are the harmful effects vanishing of hills? What are the human activities that are harmful to the ecosystem? Discuss and write. ഇവിടെ നിങ്ങൾ ചോദിക്കുന്നത് എന്താണ്? നമ്മളിപ്പോൾ ഒരു ഹില്ലിൻ്റെ സോളിലോക്കി ഒരു ആത്മകഥമാണ് കേട്ടത്. ഹില്ല് നമ്മളോട് അവൻ്റെ സങ്കടം പറയുമായിരുന്നു അല്ലേ. ഇനി ഈ ഹിൽസ് ഇല്ലാണ്ടായാൽ എന്തൊക്കെ നമുക്ക് പറ്റുമെന്നുള്ളത് എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു എക്കോസിസ്റ്റം എന്ത് ചെയ്യുന്നു? ഡിസ്ട്രോയ് ആയി പോകുന്നു. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വിൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഹീറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല? റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഹാംഫുൾ എഫക്റ്റ് നമുക്കുണ്ട്. ഇതുപോലെ വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ്? നമ്മൾ മനുഷ്യരുടെ പ്രവർത്തികൾ മൂലം എക്കോസിസ്റ്റത്തിന് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണുള്ളത്? ഇതാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്? ചർച്ച ചെയ്യുന്നത്. ഡിമോണിലേഷൻ ഓഫ് ഹിൽസ്, കുന്നിടിക്കൽ. എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്, നമ്മൾ ഒരുപാട് പെസ്റ്റിസൈഡ്സ് എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നു. വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ്, ഇതെല്ലാം എന്താണ്? എക്കോസിസ്റ്റത്തെ ഹാംഫുള്ളായിട്ട് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്.
സോ ഇവിടെ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് അഡാപ്റ്റേഷൻ എന്താണ്, എക്കോസിസ്റ്റം എന്താണ്, ഹാബിറ്റേറ്റ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അഡാപ്റ്റേഷൻസ് ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്തൊരു ടോപ്പിക്കായ പൊല്യൂഷനാണ്, മലിനീകരണം. നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺസ് നിങ്ങൾക്കറിയാം അല്ലേ. ഇവിടെ നിങ്ങൾക്ക് 2 പിക്ചർ കാണുന്നുണ്ട്. ദെൻ ഒബ്സർവ് ദ പിക്ചർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഡിസ്കസ് ആൻഡ് റൈറ്റ് അബൌട്ട് ദോസ് ആക്ടിവിറ്റീസ് വിച്ച് പൊല്യൂട്ട് ദ സോയിൽ. ഇവിടെ കാണിച്ചിട്ടുള്ള ഈ പിക്ചറിനകത്തെ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ ആക്ടിവിറ്റീസാണ് സോയിൽ പൊല്യൂട്ട് ചെയ്യുന്നത്, മണ്ണ് മലിനമാക്കുന്നത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. സോ ഇവിടെ സോയിൽ പൊല്യൂഷന് എക്സാമ്പിളായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം. എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ് ഇൻ ഫാംസ്. ഒരുപാട് കീടനാശിനികൾ കൃഷിയിടത്ത് യൂസ് ചെയ്യുന്നത് എന്താണ്, സോയിൽ പൊല്യൂഷൻ്റെ ഒരു റീസണാണ്. ദെൻ എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. രാസവളങ്ങൾ ഉപയോഗിക്കുന്നതും എന്താണ്, ഒരു സോയിൽ പൊല്യൂഷന് എക്സാമ്പിളാണ്. ത്രോയിങ് എവേ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് സോയിൽ പൊല്യൂഷനാണ്. ദെൻ ഫാക്ടറി വേസ്റ്റ് ഈസ് ഓൾസോ എ റീസൺ ഫോർ സോയിൽ പൊല്യൂഷൻ. ഫാക്ടറി വേസ്റ്റ് നമുക്കറിയാം എന്ത് ചെയ്യുന്നു, ഒന്നിച്ചങ്ങ് എവിടെയാണെന്നൊന്നും നോക്കാണ്ട് ഡംപ് ചെയ്ത് കളയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതും നമുക്ക് സോയിൽ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷനും എന്തായിട്ട് കൊടുക്കാം, ഒരു എക്സാമ്പിളായിട്ട് കൊടുക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് വീണ്ടും കുറച്ച് ചിത്രങ്ങൾ കാണാം. ഇതിൽ എയർ പൊല്യൂഷന് കാരണമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണുന്നുണ്ട്. ഏതൊക്കെയാണത്, കെമിക്കൽ യൂസ്, ഫാക്ടറിയിലെ പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ കാട്ടുതീ, ഇതൊക്കെ എന്തായിട്ട് അവിടെ കാണിക്കുന്നു, എയർ പൊല്യൂഷനുള്ള കാരണങ്ങളായിട്ട് കാണിക്കുന്നുണ്ടല്ലേ. ഇനി ഇവിടെ ഡിസ്കസ് ആൻഡ് റൈറ്റ് ഡൗൺ ദ ഹാംഫുൾ എഫക്റ്റ് ഓഫ് എയർ പൊല്യൂഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എയർ പൊല്യൂഷൻ്റെ ഹാംഫുൾ എഫക്റ്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. നിങ്ങൾക്കൊരു ബോക്സിനകത്ത് എയർ പൊല്യൂഷൻ്റെ ഹാംഫുൾ എഫക്ട്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണോ പറയുന്നത്, ക്രോപ്പ് ഈൽഡ്സ്, ആസിഡ് റെയിൻ, ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ഡിപ്ലീഷൻ ഒക്കെ എന്താണ്, എയർ പൊല്യൂഷന് ഹാംഫുള്ളായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു എൻവയോൺമെൻറ്റൽ പ്രോബ്ലമാണ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷനും നമ്മൾ നേരത്തെ പറഞ്ഞു, ഫാക്ടറി വേസ്റ്റൊക്കെ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് വാട്ടറിലേക്ക് തള്ളിവിടുന്നത് കാരണം വാട്ടർ പൊല്യൂഷനൊക്കെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, കാരണമാകാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ വാട്ടറും എയറും സോയിലും എല്ലാം പൊല്യൂട്ട് ആകുമ്പോൾ ഇതെല്ലാം നമ്മുടെ ലൈഫിനെ അല്ലെങ്കിൽ എക്കോ സിസ്റ്റത്തെ എല്ലാം എന്ത് ചെയ്യുന്നു, വളരെ സാരമായിട്ട് ബാധിക്കുന്നു. ഇതാണ് നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. ദെൻ ഹിയർ യു ക്യാൻ സീ ആദീസ് ഡയറി നോട്ട്. നാച്ചേഴ്സ് ഫ്യൂറി എന്ന് പറഞ്ഞ് ആദ്യം എന്ത് ചെയ്യുന്നു, അവൻ്റെ ഡയറി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വയനാട്ടിലുണ്ടായ ഫ്ലഡിനെയാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ച് നോക്കുക. ഇനി നിങ്ങൾക്ക് വരുന്നത് വിച്ച് ആർ ദ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഡു യു നോ എന്നുള്ളതാണ്. ഏതെല്ലാം പ്രകൃതി ദുരന്തങ്ങളെയാണ് നിങ്ങൾക്ക് അറിയാവുന്നത്. ഇവിടെ 3 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ലാൻഡ് സ്ലൈഡ്, എർത്ത് ക്വേക്ക്, ഫോറസ്റ്റ് ഫയർ, കാട്ടുതീ, ഭൂകമ്പം എന്ന് നമ്മൾ പറയും, അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ. ഇത്രയൊക്കെ ഒരു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സാണ്. ഇനി അതുപോലെ വേറെ ഏതെല്ലാം നിങ്ങൾക്കറിയാം എന്നുള്ളതാണ് ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് എക്സാമ്പിളായിട്ട് സുനാമി കൊടുക്കാം. സുനാമി ഒരു നാച്ചുറൽ ഡിസാസ്റ്ററാണ്. അതുപോലെ തന്നെ ഫ്ലഡ്, വെള്ളപ്പൊക്കം ഒരു നാച്ചുറൽ ഡിസാസ്റ്ററാണ്. ഓക്കെ, സോ ഇവിടെ എക്കോ സിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ എല്ലാം റെസ്പോൺസിബിലിറ്റി ആണ് എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത് അല്ലേ. ഇത്തരത്തിലുള്ള പൊല്യൂഷൻസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഹാംഫുൾ ആയിട്ടുള്ള ഇടപെടലുകൾ കാരണം എക്കോ സിസ്റ്റത്തെ അത് കാര്യമായിട്ട് ബാധിക്കുമ്പോൾ അവിടെ ഒരുപാട് ഓർഗാനിസംസിന് എന്ത് സംഭവിക്കുന്നു, നാശം സംഭവിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എക്കോ സിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ യൂണിറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ലെറ്റ്സ് അസസ് എന്നുള്ളൊരു സെഷൻ നോക്കാം. ഇവിടെ കണക്ട് ദ ഓർഗാനിസം വിത്ത് ദെയർ ഹാബിറ്റേറ്റ് എന്നാണ്. ഹാബിറ്റേറ്റുമായി ഓർഗാനിസത്തെ നിങ്ങൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. വെയിലിൻ്റെ ഹാബിറ്റേറ്റ് ഇവിടെ ഏതാണ്, ഫോറസ്റ്റ്, ഓഷൻ, ഡെസേർട്ട്, പോളാർ റീജിയൻ. ഓഷനാണ് അല്ലേ. ദെൻ പെൻഗിൻ, പോളാർ റീജിയൻ. സ്പോട്ടഡ് ഡീർ, ഫോറസ്റ്റ്. ക്യാമൽ, ഡെസേർട്ട്. ഇത്രയാണ് ആ ഒരു ആക്ടിവിറ്റി വരുന്നത്. The second question is visit an ecosystem in your area and write down the names of the organism you find there. ഇത് ടീച്ചേഴ്സ് സ്കൂളിൽ ചെയ്യിപ്പിക്കുന്ന ഒരു ആക്ടിവിറ്റി ആയിരിക്കും. ഒരു എക്കോസിസ്റ്റം നിങ്ങളെ വിസിറ്റ് ചെയ്യിപ്പിക്കും. അവിടെ നിങ്ങൾ കാണുന്ന ഓർഗാനിസംസിൻ്റെ പേര് എന്ത് ചെയ്യുക, നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പറഞ്ഞു
അവിടെ കുട്ടികൾ കാണാൻ പോയിട്ടുള്ള എക്കോസിസ്റ്റത്തിൽ, അതായത് ഒരു പോണ്ടായിരുന്നു അല്ലേ, ആ പോണ്ടിനകത്ത് എന്തെല്ലാം കണ്ടു എന്നുള്ളത് അവരെഴുതി. അത് തന്നെയാണ് നിങ്ങളും ചെയ്യേണ്ടത്. ദെൻ ദ തേർഡ് വൺ ഈസ് റീഡ് ദ ടേബിൾ ബിലോ ആൻഡ് കണക്ട് ദ ഓർഗാനിസം വിത്ത് ഇറ്റ്സ് അഡാപ്റ്റേഷൻസ്. ഓർഗാനിസംസ് തന്നിട്ടുണ്ട്, അതിൻ്റെ അഡാപ്റ്റേഷൻസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, എഴുതേണ്ടത്. ഫസ്റ്റ്, ബ്രീത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിൽസ്. ഗിൽസിൻ്റെ ഹെൽപ്പോട് കൂടി ബ്രീത്ത് ചെയ്യുന്നത് ആരാണ്? ഫിഷാണ്. ദ ലീവ്സ് ഹാവ് വാക്സി കോട്ടിംഗ്. വാക്സി കോട്ടിംഗ് ഉള്ള ഇലകളുള്ളത് ആർക്കാണ്? വാട്ടർ ലില്ലിക്കാണ്. ബ്രീത്ത് ത്രൂ സ്കിൻ. സ്കിന്നിലൂടെ ബ്രീത്ത് ചെയ്യുന്നത് ആരാണ്? ഫ്രോഗാണ്. ദെൻ സ്റ്റോർ വാട്ടർ ഇൻ ദ സ്റ്റെം. സ്റ്റെമ്മിൽ വാട്ടർ സ്റ്റോർ ചെയ്യുന്നത് ആരാണ്? കാക്ടസ് ആണ്. പോസസ് ഫ്ലാറ്റ് ഫീറ്റ് ദാറ്റ് ഡു നോട്ട് സിൻ ഇൻ സാൻഡ്. ഫീറ്റ്, ഫ്ലാറ്റ് ആയിട്ടുള്ള ഫീറ്റ് എന്ത് ചെയ്യുന്നു? അത് മണ്ണിൽ താഴ്ന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി അവരെ സഹായിക്കുന്നു. അതാർക്കാണ്? ക്യാമലിൻ്റെ അഡാപ്റ്റേഷനാണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ആക്ടിവിറ്റിയിൽ എന്ത് ചെയ്യേണ്ടത്, മാച്ച് ചെയ്യേണ്ടത്. ഓക്കെ. സോ ഇനി നിങ്ങൾക്ക് ഒരു ഡാറ്റ കളക്ഷൻ ഫോർമാറ്റ് ആണുള്ളത്. ഇത് നമ്മുടെ ഹൗസ് നമ്പർ വെച്ച് എന്ത് ചെയ്യുന്നു, നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയെന്ന് കാണിക്കുന്നതിനാണ് ഈ ഒരു ഫോർമാറ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇത്രയും കൂടി ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആകും. അതുപോലെ തന്നെ അവിടെ ഒരു ഡിജിറ്റൽ ആൽബം പ്രിപ്പയർ ചെയ്യാനുണ്ട്. ലീവ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. ഇങ്ങനെ ജീവികൾ, ഓർഗാനിസംസ് കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവരുടെ ഡിജിറ്റൽ ആൽബമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതൊരു പുതിയ ആക്ടിവിറ്റിയാണ് കേട്ടോ. സാധാരണ നമ്മൾ പിക്ചേഴ്സ് കളക്ട് ചെയ്യാറാണ്, ഇവിടെ ഡിജിറ്റൽ ആയിട്ടാണ് നമുക്കത് ചെയ്യേണ്ടത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഹോപ്പ് യു ആർ എൻജോയിങ്. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.